HP ഓതറൈസ്ഡ് കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വർക്ക് ചെയ്യുന്ന ടൈമിൽ തന്നെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു വിസ ഓപ്പർച്യൂണിറ്റി വന്ന് അങ്ങനെ അന്വേഷിച്ച് ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് തിങ്കളാഴ്ച പോവുകയാണ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് അനസാണ്. നമ്മുടെ ഡിയാറ്റിലെ മാക്ബുക്ക് ആൻഡ് ലാപ്ടോപ്പ് ചിപ്പ് ലെവൽ കോഴ്സ് കഴിഞ്ഞ് ട്രെയിനിങ് പൂർത്തിയാക്കുന്നതിന് മുന്നേ തന്നെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി വിദേശത്തേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇന്ന് നമ്മുടെ സർട്ടിഫിക്കറ്റ്, കോഴ്സ് കംപ്ലീറ്റഡ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വന്നതാണ്. തിങ്കളാഴ്ച അവൻ ഗൾഫിലേക്ക് പോവാണ്. അതിൻ്റെ സന്തോഷം പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ജീവിതം കഴിഞ്ഞതിന് ശേഷം ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഡിയാറ്റിലേക്ക് വന്നതും അന്വേഷിച്ചതും കാര്യങ്ങളൊക്കെ 3 മൊഡ്യൂളായിട്ട് പഠിപ്പിച്ച് ഹാർഡ്വെയറും കാര്യങ്ങളും ഫസ്റ്റ് ഇൻ്റർവ്യൂസും ഒക്കെ എല്ലാം ഒരു ലെവലിൽ തന്നെ അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. പിന്നെ സാർമാരാണെങ്കിലും ഭയങ്കര സപ്പോർട്ടും കാര്യമൊക്കെയാണ്. ട്രെയിനിങ് പീരീഡ് തന്നെ എനിക്ക് സാലറി അച്ചീവ് ചെയ്യാൻ കഴിയുന്നത്. ഡിയാറ്റിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡിഗ്രി ഇപ്പം കംപ്ലീറ്റ് ചെയ്ത് ഡിയാറ്റിലത്തെ കോഴ്സും കംപ്ലീറ്റ് ചെയ്ത് ട്രെയിനിങ്ങും കഴിഞ്ഞ് ഞാൻ ദുബായ് വിദേശത്തേക്ക് തിങ്കളാഴ്ച പോവാണ്. കോഴ്സിൻ്റെ ഒരു ഫീസ് മാത്രമേ നമുക്ക് ചിലവായിട്ടുള്ളൂ. അതിന് ശേഷം വിസൻ്റെ ആണെങ്കിലും അങ്ങനത്തെ ഒരു എക്സ്പെൻസും കാര്യങ്ങളൊന്നും നമുക്ക് വന്നില്ല. ബാക്കിയ കാര്യങ്ങളൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇടപെട്ടുകൊണ്ട് ഒരു ചിലവോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. IT സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. ആ ചെയ്യുന്ന ടൈമിലാണ് ഇങ്ങനെ എൻ്റെ വിസൻ്റെ ഇത് വന്നത്. സാർമാർ ഇങ്ങനെ വിളിച്ച് ഇങ്ങനെ വിസ വന്നിരിക്കണം, അങ്ങനെ അത് അറ്റൻഡ് ചെയ്ത് അങ്ങനെ അത് റെഡിയായി. അപ്പോൾ നിലവിലിപ്പോൾ ഏതൊരു സിസ്റ്റം ആണെങ്കിലും അതിൻ്റെ എന്ത് കംപ്ലയിൻസ് തന്നെയാണെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് കംപ്ലയിൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനും അത് സോൾവ് ചെയ്യാനും പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസോട് കൂടി തന്നെയാണ് നമ്മൾ വിദേശത്തേക്ക് പോകുന്നത്, അല്ലേ? ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ.